ഇടത് സഹയാത്രികനും സംവിധായകനുമായ PT കുഞ്ഞ് മുഹമ്മദിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ എങ്ങുമെത്താതെ അന്വേഷണം. 2 മാസം പിന്നിട്ടിട്ടും നീതി ലഭിച്ചില്ലെന്നും കേസിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദമുണ്ടായതായും പരാതിക്കാരി വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഉയർന്നത്. എന്തായാലും നമുക്കറിയാം, ഈ വിഷയത്തിൽ നീതി തേടി നിയമ സംവിധാനത്തെ അടക്കം സമീപിച്ചു. പക്ഷേ 2 മാസം പിന്നിടുന്നു, എന്നിട്ടും നീതി ലഭിച്ചില്ല എന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്. ഈ കേസിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സമ്മർദ്ദം പോലുമുണ്ട്. ആ സമ്മർദ്ദം താങ്ങാൻ സാധിക്കുന്നില്ല ആ പരാതിക്കാരിക്ക് എന്നുള്ളതാണ്. ഈ PT കുഞ്ഞു മുഹമ്മദ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടത് സഹയാത്രികനാണ്, ഇടത് നേതാക്കൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്, സംവിധായകനാണ്. എന്തായാലും അത്തരത്തിലൊരു വ്യക്തിക്കെതിരെയാണ് ലൈംഗിക പീഡന പരാതിയുമായി ഒരു യുവതി രംഗത്ത് എത്തിയത് എന്നുള്ളതാണ്. ദിസ്ന സുരേഷിലേക്ക് പോവുകയാണ്. ദിസ്ന, 2 മാസം കഴിഞ്ഞു ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ട്, പക്ഷേ നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കേസിൽ നിന്ന് പിന്മാറാൻ അവർക്ക് സമ്മർദ്ദവും ഏറുന്നു എന്നുള്ളതാണ്. പറയൂ ദിസ്ന, എന്താണ് നിലവിലത്തെ ഈ കേസിന്റെ ഒരു അവസ്ഥ? തീർച്ചയായും രാഗി, ഇത്രയും ഗുരുതര സ്വഭാവമുള്ള ഒരു കേസിലാണ് ഇത്തരത്തിൽ അലംഭാവം ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടത് സഹയാത്രികനും മുൻ MLA-യുമായ PT കുഞ്ഞു മുഹമ്മദിനെതിരെയാണ് ഇത്തരത്തിലൊരു ലൈംഗിക പീഡന പരാതി വരുന്നത്. അത് ആദ്യം നൽകുന്നത് മുഖ്യമന്ത്രിക്കായിരുന്നു ഈ യുവതി പരാതി നൽകുന്നത്. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറുന്നത് എന്ന് തന്നെയാണ്. പിന്നീട് കന്റോൺമെന്റ് പോലീസാണ് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. വാർത്താ മാധ്യമങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ഒരു കേസിൽ FIR വരെ ഇടുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നതിൽ പ്രത്യേകിച്ച് ചിത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിനിടയിൽ ഹോട്ടലിൽ വെച്ച് യുവതിയോട് മോശമായി പെരുമാറി എന്നതാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് പോലീസ് അവിടെ എത്തുകയും യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമായി ഇത്തരത്തിൽ സംഭവം നടന്നിട്ടുണ്ട് എന്നതും പോലീസിന് മനസ്സിലാകാൻ സാധിച്ചു എന്ന് തന്നെയാണ്. അതുൾപ്പെടെ പോലീസ് മുന്നോട്ട് പോകുന്നു. പക്ഷേ പിന്നീട് ഈ PT കുഞ്ഞു മുഹമ്മദിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ്. എന്നാൽ ആ കേസ് എന്തായി, എങ്ങനെയായി എന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഒരു കൃത്യമായ മറുപടി നൽകുവാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് ഈ പരാതിക്കാരി വ്യക്തമാക്കുന്നത്. പ്രധാനമായും മേൽത്തട്ടിൽ നിന്ന് വരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ യുവതിക്കുണ്ടാവുന്നു. ഈ പരാതി പിൻവലിക്കണം, അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് പരാതിക്കാരി വ്യക്തമാക്കുന്നത്. എന്തായാലും പക്ഷേ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് പരാതിക്കാരിയുടെ വാദം. നമുക്കറിയാം, വലിയ രീതിയിൽ സംരക്ഷണം ഒരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിജീവിതമാരെ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇരയാക്കുന്ന സംഭവത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന്. പക്ഷേ അത്തരത്തിൽ പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ PT കുഞ്ഞു മുഹമ്മദിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാത്തത് എന്നൊരു പ്രധാന ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഒരു 2 മാസക്കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്ന് പറയാൻ മാത്രമേ പോലീസിന് സാധിക്കുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുമില്ല എന്നത് തന്നെയാണ് ഈ പരാതിക്കാരി ആരോപിക്കുന്നത്. രാഗി.